തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിലേറെ സ്നേഹമുള്ള ദൈവജനമേ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: മാത്രമല്ല, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് തോന്നി. എന്നാൽ ഇത് ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു വേണ്ടിയായിരുന്നു. പൗലോസ് ശ്ലീഹ കൊരിന്ത്യസിലെ ജനതയ്ക്ക് എഴുതിയ ഈ വചനം ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്ന വചന സന്ദേശമാണ്. പൗലോസ് ശ്ലീഹ പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന ഈ ഓരോ അനുഭവങ്ങളും ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനു വേണ്ടി എന്നെ വളർത്തുകയായിരുന്നു. ഒരു ശുശ്രൂഷ വഴിയിൽ ഒരു ശുശ്രൂഷയ്ക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവത്തെ വളരെ വ്യക്തമായി പൗലോസ് ശ്ലീഹ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ വഴികളെ ഞങ്ങൾക്ക് ബോധ്യം നൽകണമേ. ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകൾ എന്താണെന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, ശുശ്രൂഷ വഴികളെ കൃത്യമായി ലോകത്തെ പഠിപ്പിച്ച അമ്മേ, ഞങ്ങൾക്കെന്നും കൂട്ടായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ഒരു ശുശ്രൂഷ വഴിയിൽ ശുശ്രൂഷകൻ ഉണ്ടായിരിക്കേണ്ട ചില മേഖലകളെ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയാണ്. കുറേ കഷ്ടതയും സഹനമൊക്കെ ഉണ്ടായപ്പോൾ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ഇതൊക്കെ ഉണ്ടായത് ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് അനിവാര്യമാണ്. എൻ്റെ ജീവിതത്തെ എന്നെ തന്നെ തിരിച്ചറിയാൻ, അതോടൊപ്പം തന്നെ ഞാൻ ആയിരിക്കുന്നത് ദൈവം നൽകിയതാണെന്ന് തിരിച്ചറിയാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ. അങ്ങനെയല്ല വചനം പഠിപ്പിക്കുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം പഠിപ്പിക്കുന്നു: സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ ചൂളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും സഹനത്തിൻ്റെ വഴികളിലാണ്. എന്ന് പറഞ്ഞാൽ, ഒരു ശുശ്രൂഷ വഴിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് ചില കാര്യങ്ങളെക്കുറിച്ചൊരു അവബോധമുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തളർന്നു പോകും, ഇട്ടിട്ട് പോകും, നിരാശയും ദുഃഖവും വരും. ബൈബിൾ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആരെല്ലാം ദൈവ അനുഭവം സ്വന്തമാക്കിയിട്ടുണ്ടോ അവരൊക്കെ ചെയ്ത ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ? അവരെല്ലാവരും ശുശ്രൂഷ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ദൈവാനുഭവം കിട്ടിയവർ വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് അവർ ശുശ്രൂഷ വഴിയിലേക്ക് ഇറങ്ങിത്തിരിച്ചു. സഖറിയ എപ്പോഴാണ് അനുഗ്രഹം പ്രാപിച്ചത്? ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ്. പരിശുദ്ധ അമ്മ ദൈവാനുഗ്രഹത്തിൻ്റെ കൃപ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ തിടുക്കത്തിൽ, അങ്ങനെയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, തിടുക്കത്തിൽ യാത്ര ചെയ്ത് എങ്ങോട്ടേക്കാ? ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സമരിയാക്കാരി യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത വഴി എന്താ? അവൾ പറയുകയാണ്, സമരിയാക്കാർ ദേശത്തുള്ളവരോട് പറയുകയാണ്, ഇനി നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ അവനെ വിശ്വസിക്കുന്ന, മറിച്ച് ഞാൻ എൻ്റെ അനുഭവത്തിലൂടെ കണ്ടു. കുടം അവിടെ വെച്ചിട്ട് അവൾ പോകുന്നത് യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുന്ന ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്കാണ്. എന്നെ കേൾക്കുന്നവരെ, എത്ര ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് നിങ്ങൾ, കൺവെൻഷനുകൾ കൂടിയിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, യേശുക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നുവെന്ന് അവകാശപ്പെടുന്നവരല്ലേ, ദൈവാനുഭവം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നവരല്ലേ. ഇന്നുവരെയുള്ള ജീവിത അനുഭവങ്ങളെ ഓരോന്നും പരിഗണിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഏതെല്ലാമോ മേഖലകളിൽ ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് ശുശ്രൂഷ വഴിയിൽ യേശുവിന് വേണ്ടി നിലകൊള്ളുന്ന കാര്യത്തിൽ നിനക്ക് എത്രത്തോളം താല്പര്യമുണ്ട്? നീ ഈ വിഷയത്തിൽ എന്തു ചെയ്തു? അതോ കിട്ടിയ അനുഗ്രഹം പൊതിഞ്ഞു പിടിച്ച് എനിക്ക് ദൈവം തന്നു, എനിക്ക് അങ്ങനെയാണോ? ദൈവം ഒരു വ്യക്തിക്ക്
ഒരു അഭിഷേകം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ അഭിഷേകം ആ വ്യക്തി പൊതിഞ്ഞു പിടിച്ച് ജീവിക്കാനല്ല, മറിച്ച് അനേകർക്ക് കൊടുക്കാനാണ്. നിന്നിലൂടെ കർത്താവ് മറ്റുള്ളവരിലേക്ക് അഭിഷേകം ചൊരിയാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മനോഹരമായിട്ടുള്ള ഒരു രംഗമുണ്ട്. 1-ാം അധ്യായം. അതിൽ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് യേശുവിൻ്റെ പക്കലേക്ക് വരികയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ ആദ്യ ശിഷ്യന്മാരെന്നാണ് ടൈറ്റിൽ. അതിലിങ്ങനെ നമ്മൾ കാണുന്നു, യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അവർ ചോദിച്ചു, റബ്ബി, ഗുരു എന്നാണ് അതിനർത്ഥം, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, യേശുക്രിസ്തുവിൻ്റെ കൂടെ അവർ താമസിച്ചു. എന്നിട്ട് യോഹന്നാൻ ശ്ലീഹ കുറിച്ച് വെച്ചിരിക്കുകയാണ്, അപ്പോൾ ഏകദേശം 10-ാം മണിക്കൂറായിരുന്നു. വ്യാഖ്യാനങ്ങൾ പലതും വായിച്ചിട്ടുണ്ടാവാം. അതിലിങ്ങനെ ഞാൻ വായിച്ചു പഠിച്ചിരിക്കുന്നൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്. ഗ്രീക്ക് ഭാഷയിൽ മണിക്കൂർ എന്നുള്ളതിന് 2 പദങ്ങളുണ്ട്. ഒന്ന് ക്രോണോസ്, മറ്റൊന്ന് കെയ്റോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ ഘടികാര സമയം. ഇപ്പോൾ സമയം എത്രയായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയമായെന്ന് പറയുന്ന ഘടികാര സമയം ക്രോണോസ്. രണ്ടാമത്തെ വാക്ക് കെയ്റോസ് എന്നാണ്. കെയ്റോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം ഒരു മനുഷ്യനിൽ വളരെ വ്യക്തിപരമായി ഇടപെടുന്ന മുഹൂർത്തമെന്നാണ്. യോഹന്നാൻ ശ്ലീഹ ഇവിടെ കുറിച്ച് വച്ചിരിക്കുന്നത് കെയ്റോസ് എന്ന പദമാണത്രേ. എന്ന് പറഞ്ഞാൽ ആ സമയം ആ 2 പേരിൽ യേശുക്രിസ്തു വളരെ വ്യക്തിപരമായി അവരിൽ ഇടപെട്ട ഒരു ദൈവാനുഭവം പകർന്നു കൊടുത്ത സമയമായിരുന്നു കെയ്റോസ്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവരുടെ ജീവിതത്തിൽ ഒരു കെയ്റോസ് അനുഭവം കിട്ടിക്കഴിഞ്ഞ് അവരെന്ത് ചെയ്തു? അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ദൈവാനുഭവം കിട്ടിയ വ്യക്തി എന്ത് ചെയ്തു? തൊട്ടടുത്ത വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ 2 പേരിൽ ഒരുവൻ ശിമയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു. അവൻ ആദ്യമേ തൻ്റെ സഹോദരൻ ശിമയോനെ കണ്ട് അവനോട്, ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു. അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു? അന്ത്രയോസ് കൊണ്ടുവന്നു. പത്രോസിനെ കൊണ്ടുവരുന്ന സ്വന്തം സഹോദരനായ അന്ത്രയോസാണ്. തിരുസഭയിൽ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്. ആരാ കൊണ്ടുവന്നേ? ഈ പത്രോസിനെ കൊണ്ടുവന്ന സ്വന്തം സഹോദരൻ അന്ത്രയോസാണ്. ഈ അന്ത്രയോസിന് കിട്ടിയ ഒരു ദൈവ അനുഭവമാണ് ആ വ്യക്തിയിൽ നിന്ന് പിന്നീട് അനേകരിലേക്ക് ചൊരിയപ്പെട്ടത്. ദൈവാനുഭവം കിട്ടുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ നിലപാട് എന്ന് പറയുന്നത് ശുശ്രൂഷാനുഭവമാണ്. മറ്റുള്ളവരോട് യേശുവിനെക്കുറിച്ച് പറയാനുള്ള ചങ്കൂറ്റം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിലനിൽക്കാതെ പോകുന്നതിന് കാരണം ഈ ശുശ്രൂഷ ജീവിതം നമ്മൾ ചെയ്യാത്തത് കൊണ്ടല്ലേ? എൻ്റെ പ്രാർത്ഥന, എൻ്റെ ജീവിതം, എൻ്റെ അഭിഷേകം, എൻ്റെ കാര്യം, അത് മതിയോ? പോരാ. നീ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തു, നിനക്കൊരു ദൈവാഭിഷേകം കിട്ടി, കൊള്ളാം. നീ അതിനുശേഷം എന്ത് ചെയ്യുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കിട്ടിയ അഭിഷേകം പൊതിഞ്ഞു പിടിക്കാനല്ല, മറിച്ച് അനേകർക്ക് വേണ്ടി നീ പങ്കുവയ്ക്കാൻ. അല്ലെങ്കിൽ നമുക്കിങ്ങനെ കണക്കാക്കാം, യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ നിനക്ക് പരിചയപ്പെടുത്തുന്നതിൽ നീ പരാജയപ്പെട്ടാൽ അതാണ് നിൻ്റെ പരാജയം. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ മറ്റുള്ളവരോട് പരിചയപ്പെടുത്തുന്നതിൽ നീ പരാജയപ്പെട്ടാൽ അതാണ് നിൻ്റെ പരാജയം. നീ ചിന്തിച്ചു നോക്കിക്കേ, നിൻ്റെ ജീവിത വഴികളിൽ എത്ര പേരെ നിനക്ക് സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം നിനക്ക് ചിന്തിക്കാം, ഈ ഭൂമിയിൽ എത്ര പേരെ നീ കാരണം നരകത്തിൽ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ട്. സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷ വഴിയുടെ ഉത്തരമാണ്, റിസൾട്ടാണത്. പൗലോസ്ലീഹ ഈ സത്യം അറിഞ്ഞതുകൊണ്ടാവാം തൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് കുറിച്ച് വച്ചിട്ടില്ലേ? പൗലോസ്ലീഹ കൊരിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാം തിരുവചനം, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് അതിൽ അഹംഭാവത്തിന് ഒരു വകയില്ല. അതെൻ്റെ കഴിവൊന്നുമല്ല, അതെൻ്റെ കടമയാണ്. ഇനി ഞാനത് ചെയ്യാതിരുന്നാൽ വചനം പഠിപ്പിക്കുന്നു, അതാണ് എൻ്റെ ദുരിതം.
ദുരിതമെന്ന് പറയുമ്പോൾ കുഷ്ഠം വരുമെന്നോ നശിക്കുമെന്നോ ഒന്നൊന്നുമല്ല, മറിച്ച് എന്താണ് അത് അർത്ഥമാക്കുന്നത്? നിനക്ക് ലഭിക്കേണ്ട ആനന്ദം, അഭിഷേകം നിനക്ക് കിട്ടാതെ പോവും. അതാണ് ദുരിതം. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോവുക. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ നീ ശുശ്രൂഷ വഴിയിൽ ഇറങ്ങിത്തിരിക്കാൻ മടിക്കുന്നുണ്ടോ? അതോ നിൻ്റെ ജീവിതത്തിൻ്റെ സുഖവും സന്തോഷവും പ്രാപിച്ചുകൊണ്ട് നീ ഇങ്ങനെ ജീവിക്കുകയാണോ? പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അതാണ് നിനക്കുള്ള ദൗത്യം. ഞാൻ പറഞ്ഞല്ലോ കൈറോസ് അനുഭവത്തെക്കുറിച്ച്. കൈറോസ് അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം വ്യക്തിപരമായിട്ട് എന്നെ സ്പർശിച്ച ഒരു നിമിഷം. ഈ അനുഭവത്തിൽ നിന്ന് പഴയ നിയമത്തിലെ മറ്റൊരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ ഹാഗാറിനുണ്ടായ ഒരു അനുഭവമാണ്. ഹാഗാർ നമുക്കറിയാം, അബ്രാഹത്തിൻ്റെ ദാസി, സാറായിയുടെ ദാസി. ഹാഗാറിലാണ് അബ്രാഹത്തിന് കുഞ്ഞ് ജനിക്കുന്നത്, ഇസ്മായിൽ. പ്രിയപ്പെട്ടവരെ, 16-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ച് കണ്ടു എന്നവൾ പറഞ്ഞു. പിന്നീട് വലിയ മാറ്റമാണ്. എന്നെ കാണുന്നവനായ കർത്താവിനെ ഞാനും ഇവിടെ വെച്ച് ഞാൻ കണ്ടു. അതായത് ആ വ്യക്തി എടുക്കുന്ന നിലപാട് എങ്ങനെയാണ്? എനിക്ക് അനുഗ്രഹം കിട്ടി, ഈ കിട്ടിയ അനുഗ്രഹത്തിൽ നിന്ന് ഞാനിനി എന്ത് ചെയ്തു? പലരും ചിന്തിക്കുന്നത് ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി പോരാ. എനിക്ക് കിട്ടിയതിൽ നിന്ന് എന്താണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തത്? എന്താണ് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത്? എന്ത് ശുശ്രൂഷ വഴിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് നിനക്ക് കിട്ടിയ ദൈവ അഭിഷേകത്തിൽ നീ അത് മതി എന്ന് കരുതി നിൽക്കാനല്ല, ശുശ്രൂഷ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ നിന്നെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത വഴികളിൽ ശുശ്രൂഷ വഴിയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ ഒത്തിരിയേറെ കുറവുകളുണ്ട്. ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് എങ്ങനെയാണ് ശുശ്രൂഷ ജീവിതം സാധ്യമാവുന്നത്? എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, ഇതിനിടയിൽ എനിക്ക് പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ ജീവിതം നയിക്കുന്നതിന് നീ മറ്റൊന്നും മാറ്റിവെക്കേണ്ടതില്ല. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിനക്ക് സാധിക്കും. യേശുക്രിസ്തുവിനെ ഒരാളോട് പറഞ്ഞു കൊടുക്കുന്നതിൽ നിനക്ക് സാധിക്കും. കഴിഞ്ഞ നാളിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെക്കുറിച്ച് ഞാൻ കേട്ടു. ജീസസ് യൂത്ത് എന്ന് പറയുന്ന മഹത്തായ കൂട്ടായ്മയുടെ ഒരു അംഗം യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ആഗ്രഹം എന്താ? ഈശോയെ പകർന്നു കൊടുക്കണം. ജോലി ചെയ്യണ്ടേ? ജോലി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഓട്ടോറിക്ഷ ഓടിച്ചു പോകുന്നതിനിടയിൽ വണ്ടിയിൽ ആറ് കയറിയാലും ഇവൻ ആരെക്കുറിച്ച് പറയും? ഈശോയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ദിവസം ഞാനൊരു 10-15 പേരോട് മിനിമം ഈശോയെക്കുറിച്ച് പറയും. അവർക്ക് മിക്കവാറും ഞാൻ ഓട്ടോറിക്ഷയിൽ കരുതിയിട്ടുണ്ടാവും കുറച്ച് ബൈബിൾ. ഞാൻ അവർക്കൊരു ബൈബിളും സമ്മാനമായിട്ട് കൊടുക്കും. അച്ഛാ, എൻ്റെ ജീവിതത്തിൽ ഈശോയെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അച്ഛാ ഞാൻ ജീവിച്ചിരിക്കുന്നത്? ഒരു ഓട്ടോറിക്ഷക്കാരൻ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിങ്ങൾ എത്ര പേരെ ദിവസവും കണ്ടുമുട്ടുന്ന വ്യക്തികളോട് യേശുവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കരുതോ? നീ ഒരു ആശുപത്രിയിൽ ഒരു പക്ഷേ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാവാം. നീ എത്ര രോഗികളെ ദിവസവും കാണുന്നു? ആ രോഗിയുടെ അടുക്കെ പോയി പരിചരിക്കുന്നു. നിനക്കറിയാവുന്ന ഭാഷയിൽ അവരോട് ഈശോയെക്കുറിച്ചൊന്ന് പറഞ്ഞുകൂടെ? പ്രിയപ്പെട്ടവരെ, നീ ഒരു ടീച്ചറാവാം. നീ എത്ര പേരെ ദിവസവും പഠിപ്പിക്കുന്നു? കണക്കും സയൻസും ബയോളജിയൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. നീ പഠിപ്പിക്കുമ്പോൾ നിൻ്റെ പഠനത്തിനിടയ്ക്ക് ഈശോയെക്കുറിച്ച് പറഞ്ഞുകൂടെ? എല്ലാവർക്കും സാധിക്കും. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിൽ സാധിക്കും. ഞാനിത് പറയുമ്പോൾ ചിലർ ചിന്തിക്കും, അച്ഛാ, കാലം മാറി, രീതികൾക്ക് വ്യത്യാസം വന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഈശോയെക്കുറിച്ച് പറയാറില്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈശോയെക്കുറിച്ച് പറയുന്നത്. ഇൻഡയറക്റ്റായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇൻഡയറക്റ്റായിട്ട് കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി ആയിട്ട് എത്ര നാൾ നമ്മളിങ്ങനെ ജീവിക്കും? കഴിഞ്ഞ നാളിലെല്ലാം എന്നെ അത്ഭുതപ്പെടുത്തി. ഒരു സ്കൂളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ചെന്നതാണ്. സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, ആ നടത്തുന്നത്
ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ്. അവർ പറഞ്ഞു, അച്ഛാ ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. നല്ല കാര്യം. അതിനിടയിൽ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ സ്കൂളിൽ പല മതത്തിൽപ്പെട്ടവരുണ്ട്, അതുകൊണ്ട് ഈശോ എന്ന് പറയേണ്ട, മറിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ മതി, കൺസെപ്റ്റ് ഓഫ് ഗോഡ് അത് പറഞ്ഞാൽ മതിയാവും. എനിക്ക് അത്ഭുതം തോന്നി. അപ്പം ഞാൻ ചോദിച്ചു, സിസ്റ്റർ ജീവിക്കുന്നത് യേശുവിന് വേണ്ടിയിട്ടല്ലേ? ആ ഈശോയുടെ പേര് പറയാതെ എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി എന്ത് സാക്ഷ്യമാണ് നൽകുന്നത്? ഒരായുസ് മുഴുവൻ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഈ തിരുവസ്ത്രവും അണിഞ്ഞ് നിൽക്കുകയല്ലേ? ഈശോയെ കൊടുക്കണ്ടേ? കോംപ്രമൈസിങ് സ്പിരിച്വാലിറ്റി, അഡ്ജസ്റ്റ്മെൻറ്റ് സ്പിരിച്വാലിറ്റി നിലനിൽക്കില്ല. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എവിടുന്നെങ്കിലും അടി കിട്ടുന്നതിന് കാരണം. പ്രിയപ്പെട്ടവരെ, ഈശോയെ കൊടുക്കാൻ പഠിക്കണം. അവിടെ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് ചിന്തിക്കുമെന്നുള്ളതല്ല. പ്രാർത്ഥിച്ച് കിട്ടുന്ന അഭിഷേകം അനുസരിച്ച് നമ്മൾ ഈശോയെ കൊടുക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ വരമായ വിവരം എവിടെയും എങ്ങനെയും ചെയ്യാമെന്നുള്ളതല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് ആ വിവേകത്തിൽ നമ്മൾ ശുശ്രൂഷ വഴിക്കിറങ്ങണം. അവിടെയാണ് ജീവിതത്തിൻ്റെ നന്മ അടങ്ങിയിരിക്കുന്നത്. ഈശോയെ കൊടുക്കാൻ പഠിക്കണം. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ജനതയുണ്ട്. ഈശോയെ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് കൃപയായ അഭിഷേകമായിട്ട് മാറും. കഴിഞ്ഞ നാൾ ധ്യാനത്തിന് വന്ന ഒരു കുടുംബം മറ്റൊരു മതത്തിൽപ്പെട്ടവരാ. ധ്യാനത്തിൽ വന്ന് ഈശോയൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത്, ഇത്രയും നാൾ ആരും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. അസ്വസ്ഥമായിരുന്ന ജീവിതത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ശാന്തതയും സ്വസ്ഥതയും അവർ അനുഭവിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നിൻ്റെ ജീവിതത്തിൽ ഏത് ചുറ്റുപാടിലും, എത്ര തിരക്ക് പിടിച്ച അനുഭവത്തിലും, എത്ര കഷ്ടപ്പാടിൻ്റെ അനുഭവത്തിലും നിനക്ക് ഈശോയെ കൊടുക്കാൻ സാധിക്കും. തിരക്ക് പിടിച്ച ബസ്സിനുള്ളിൽ, തിരക്ക് പിടിച്ച മെട്രോ യാത്രയിൽ, തിരക്ക് പിടിച്ച യാത്രാവേളകളിൽ ഈശോയെ പകർന്നു കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈശോയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. ദൈവാനുഭവം കിട്ടിയവർ ഈശോയ്ക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാവും, ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കാൻ തയ്യാറാവും. പ്രിയപ്പെട്ടവരെ, ഇതിലേക്കാണ് ഈശോ നമ്മളെ ക്ഷണിക്കുന്നത്. ഇതാണ് നമ്മുടെ ദൗത്യം. ദൈവദർശനം കിട്ടുന്ന ഓരോ വ്യക്തിയും എൽറോയ് അനുഭവത്തിലേക്ക് വളരും. എൽറോയ് അനുഭവം എന്ന് പറഞ്ഞതാണ് നമ്മൾ കണ്ടത്. ഹാഗാർ പറഞ്ഞത്, എന്നെ കണ്ടവനായ ദൈവത്തെ ഞാൻ കണ്ടു. നമ്മളൊക്കെ പറയാറില്ല, ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? ഈ പുസ്തകത്തിൽ നിന്ന് എനിക്കെന്ത് കിട്ടും? രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട്, എന്നിൽ നിന്ന് ഈ പുസ്തകം എന്തെടുക്കാൻ പറ്റി? എന്നിൽ നിന്ന് ഈ പുസ്തകം എന്താണ്, എനിക്കിതിൽ നിന്ന് എന്ത് സൃഷ്ടിയാണ് എടുക്കാൻ പറ്റിയത്? എന്നിൽ നിന്ന് ഞാൻ എന്ത് റെസ്പോണ്ടാണ് ചെയ്തത്? ആദ്യത്തെ ഭാഗം നമ്മൾ മറ്റുള്ളതിൽ നിന്ന് ഇങ്ങോട്ട്, ഇനി എന്നിൽ നിന്ന് അങ്ങോട്ട്, എന്നിൽ എന്ത് മാറ്റമാണ് ഒരു പുസ്തകം വരുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളിൽ ദൈവാനുഭവം എന്നറിയും. ദൈവാനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രമല്ല, കൊടുക്കുന്നതും കൂടിയാണ്. അവിടെയാണ് ജീവിതത്തിൻ്റെ നിറവ് അനുഭവപ്പെടുന്നത്. വചനം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, വചനം പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ദുരിതം. വചനം പ്രസംഗിക്കുക എന്നുള്ള എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ കടമയാണ്. ഈ കടമ ഞാൻ നിർവഹിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെയും കഴിവുകൾ നോക്കിയിട്ടല്ല കേട്ടോ. കഴിഞ്ഞ നാളിൽ ഒരു വൈദികൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ ഞാൻ കേട്ടു. ധ്യാനത്തിനിടയ്ക്ക് അന്ധയായിട്ടുള്ളൊരു പെണ്ണ് ധ്യാനം കൂടുകയാണ്. അപ്പോൾ ഈ അച്ഛന് വലിയ സങ്കടം തോന്നി. ഇടവേള സമയത്ത് ഈ അന്ധയായ പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കല്ലേ, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ, ദൈവം നിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, നീ വിഷമിക്കല്ലേ, സങ്കടപ്പെടല്ലേ. ഉടനെ തന്നെ ആ പെണ്ണിങ്ങനെ പറഞ്ഞെന്നാ പറഞ്ഞു, അച്ഛാ എനിക്ക് സഹതാപമൊന്നും വേണ്ട അച്ഛാ, എനിക്ക് സഹതാപമൊന്നും വേണ്ട അച്ഛാ, എനിക്കൊരു കാര്യം അറിയാം, എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എൻ്റെ ദൈവമാണ്. എൻ്റെ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ദൈവത്തിന് എന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. എന്തൊരു ധൈര്യത്തോടും ശക്തിയോടും കൂടി ആ പെൺകുട്ടി അച്ഛനോട് പറഞ്ഞെന്നറിയൂ. അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ ഭയപ്പെടേണ്ട, എന്നിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പ്രിയപ്പെട്ടവരെ, നാളുകൾക്ക് ശേഷം
അന്തർക്ക് വേണ്ടിയിട്ടുള്ളൊരു ധ്യാനം ഈ പെൺകുട്ടിയാണ് അന്നത്തെ അറേഞ്ച് ചെയ്യുന്നത്. അന്തരെ ഒരുമിച്ച് ചേർത്ത് ധ്യാനം. അപ്പോൾ കണ്ണിൻ്റെ കാഴ്ചശക്തി അതല്ലല്ലോ പ്രധാനപ്പെട്ടത്, ചെയ്യാനുള്ള ആഗ്രഹമല്ലേ. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മദ്യപാനിയായിരുന്നു, കുടുംബം നോക്കാത്തവൻ. അങ്ങനെ ഇരിക്കെ ആരൊക്കെയോ പിടിച്ച് കേരളത്തിലെ നമ്മുടെ പോട്ട ഡിവൈനിലെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. ധ്യാനം കൂടിച്ചു. ധ്യാനം കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞു. മദ്യപാനം നിർത്തി, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തത്തിലേക്കൊക്കെ ഇറങ്ങി. കിട്ടി ദൈവാനുഭവം. ഇനി എന്തു ചെയ്യണം? അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. ഒരു നാളിൽ ഇടവകയിൽ ചെന്ന് വികാരി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അച്ഛൻ തമാശയ്ക്ക് പറഞ്ഞു, നീ ഒരു ധ്യാനം അങ്ങോട്ട് നടത്തടാ. നീ എന്ത് ചെയ്യാനാ? നീ ഒരു ധ്യാനമൊക്കെ അങ്ങോട്ട് നടത്ത്. കളിയാക്കി പറഞ്ഞതാ. ഈ മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി, എനിക്ക് ധ്യാനം നടത്താനുള്ള കഴിവുണ്ടോ? ഇല്ല. പക്ഷെ ധ്യാനം നടത്തുന്നതിന് സഹായിക്കാൻ എനിക്ക് പറ്റുമല്ലോ. ഭാര്യയോടും മക്കളോടും പറഞ്ഞു. ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ കേരളത്തിൽ വന്ന് ഇവർ സംസാരിച്ചു. വർഷങ്ങൾക്ക് മുമ്പാണ്. അച്ഛന്മാർ പറഞ്ഞു, ഞങ്ങൾ സഹകരിക്കാം. പ്രിയപ്പെട്ടവരെ, അവരുടെ ഇടവകയിൽ ഒരു മനോഹരമായിട്ടുള്ള ധ്യാനം ഒരുക്കപ്പെടുകയാണ് ഇവരിലൂടെ. ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട വൈദികർ വന്ന് വലിയ കൺവെൻഷൻ, വലിയ ധ്യാനം, ശുശ്രൂഷ നടത്തപ്പെട്ടു. ആരാ ഇതിനെ ഒരുക്കിയത്? ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി, മദ്യപാനിയായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി തിരിച്ചു. ആരാ ഇതിനു വേണ്ടി പരസ്യം ചെയ്തത്? ഈ മനുഷ്യനും കുടുംബവും. രാത്രികാലങ്ങളിൽ വീടാന്തരം നടന്ന് ഇവർ നോട്ടീസ് കൊടുത്തു. വഴിക്കവലകളിലൊക്കെ ഇവർ പോസ്റ്റർ ഒട്ടിച്ച് വെച്ചു. കൺവെൻഷൻ ആളുകൾ വിളിച്ചുകൂട്ടി. ആദ്യമായിട്ട് ആ പ്രദേശത്ത് നടന്ന ഏറ്റവും സുന്ദരമായ ഇടവകയിൽ കൺവെൻഷൻ. പിന്നീട് നടന്ന കാര്യം എന്തെന്നറിയോ? പിന്നീട് കടലോര പ്രദേശത്ത് ഏകദേശം 16ഓളം പള്ളികളിൽ ഈ മനുഷ്യനും കുടുംബവും ധ്യാനം കൺവെൻഷൻ അറേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി പിന്നാലെ നടന്ന് കഷ്ടപ്പെട്ട് ക്രമീകരിച്ചു. 16ഓളം പള്ളികൾ. ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി. ഞാൻ പറഞ്ഞു വരുന്നത്, നിൻ്റെ കഴിവല്ല, നിൻ്റെ കുടുംബ പാരമ്പര്യമല്ല, സമ്പത്തല്ല, നിനക്കെന്തുണ്ടെന്നുള്ളതല്ല, മറിച്ച് നിനക്ക് ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയോ? ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ചിലരോടൊക്കെ ശുശ്രൂഷ വഴികളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ പറയും, ജോലിയാണ്, തിരക്കാണ്, റിട്ടയർഡായി കഴിഞ്ഞിട്ട് വരാം, എല്ലാം കഴിഞ്ഞിട്ട് വരാം, മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് വരാം, വീട് പണിതതിന് ശേഷം വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞിട്ട് നല്ല ആരോഗ്യമൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് കഴിയുമ്പോൾ ഒന്നിനും കൊള്ളാത്തത് ഞാൻ ദൈവത്തിന് തന്നേക്കാം. അതാണോ ദൈവത്തിന് വേണ്ടത്? നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ, നിനക്ക് കഴിവും 2 കാലം നടക്കാൻ ശേഷിയുള്ളപ്പോൾ ഈ സമയത്ത് നീ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുക. പ്രിയപ്പെട്ടവരെ, അതിലാണ് ദൈവാനുഭവത്തിൻ്റെ കൃപയടങ്ങിയിരിക്കുന്നത്. സ്വർണം അഗ്നിയിൽ ശോധന ചെയ്യപ്പെടുന്നു. ശുശ്രൂഷ വഴികൾ ഇറങ്ങിത്തിരിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലൂടെയും വിശുദ്ധീകരിക്കപ്പെടുന്നു. നിൻ്റെ ജീവിതത്തെ ദൈവം പണിതുയർത്തുകയാണ്. ശുശ്രൂഷ വഴി അതിനുള്ളതാണ്. പൗലോസ്ലീഹ പറഞ്ഞത് മറക്കല്ലേ, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയൊന്നുമില്ല, അതെൻ്റെ കടമയാണ്. ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതെനിക്ക് ദുരിതമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് സ്വീകരിക്കാം. കിട്ടിയ അനുഭവത്തെ കൊണ്ടു നടക്കാനല്ല, അനേകർക്ക് പങ്കുവയ്ക്കാൻ. അതാണ് ശുശ്രൂഷ വഴി. ഈ വഴിയിലേക്ക് എല്ലാവരെയും ഈശോ ക്ഷണിക്കുന്നു. ഈശോ സമൃദ്ധമായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.